ഫ്രണ്ട്സ്, ഇന്ന് ശകവർഷ ദിനമായ ചിങ്ങം 1 കർഷക ദിനം. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ വീടിനടുത്തുള്ള ഒരു കൃഷിത്തോട്ടം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗൈസ്, നമ്മളിപ്പോൾ കൃഷി സ്ഥലത്തേക്ക് പോവാണ്. ഇതൊരു ഉപയോഗശൂന്യമായൊരു പറമ്പായിരുന്നു. പുല്ലൊക്കെ പിടിച്ച് അവിടെ ദൂരെ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ചെറിയ പറമ്പായിരുന്നു. അവിടെ ഇത്രയും മണ്ണൊക്കെ ഇട്ട് ധാരാളം വിളകളൊക്കെ കൃഷി ചെയ്തത് സത്യേട്ടനും കുടുംബവുമാണ്. ഗൈസ്, ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് വാഴത്തോട്ടമാണ്. അതുപോലെ തന്നെ ഈ മരച്ചീനി തോട്ടത്തിൽ ഇടവിളകളായിട്ട് ചേനയും ചേമ്പും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വേലി എന്തിനാന്ന് വെച്ചാൽ ഈ മുള്ളമന്നിയുടെ ആക്രമണം മരച്ചീനിയെ ബാധിക്കുന്നത് കൊണ്ടാണ്. ഇതും ഒരുതരം സപ്പോർട്ടയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ചാമ്പക്ക തൈകളും അതുപോലെ തന്നെ കവുങ്ങിൻ തൈകളും കാണാം. ഇത് പേരക്കയുടെ ചെടിയാണ്. ഇത് നടുമ്പോൾ ഒരു തൈയായിരുന്നു, ഇപ്പോൾ ഏകദേശം വളർന്നൊരു മരമായിട്ടുണ്ട്. ഈ പറമ്പിൽ ബഡ്ഡിങ് ചെയ്ത ഒരുപാട് ചെറിയ തൈകളൊക്കെ ഉണ്ട്. ഇത് നാരങ്ങയുടെ ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക തരം സപ്പോർട്ടയാണ്, ബനാന സപ്പോർട്ട എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇത് ബഡ്ഡിങ് ചെയ്തത് കൊണ്ടാണ് വേഗം കായ്ഫലം ഉണ്ടായത്. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബഡ്ഡിങ് ചെയ്യുന്ന വിധമൊക്കെ. പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കരിവേപ്പില, അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വെണ്ടയ്ക്ക ഏകദേശം വിത്തെടുക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇവർ വിളവൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വെണ്ടക്കത്തേക്കാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ നാം അധികം കൃഷി ചെയ്യാത്തൊരു ചെടിയാണിത്. ഇത് ക്യാപ്സിക്കോൻ്റെ ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മഞ്ഞൾ കൃഷിയും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇഞ്ചിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവർ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ചാരവും കരിയിലയാണ് ഇതിന് ജൈവവളമാക്കി ഉപയോഗിക്കുന്നത്. ഇതാണ് മഞ്ഞൾ കൃഷി. നേരത്തെ ഇഞ്ചിക്ക് ഉപയോഗിച്ച കോഴിക്കാഷ്ടവും കരിയിലയും ചാരമൊക്കെ അതിനാണ് ഇതിനും ജൈവവളമാക്കി ഉപയോഗിക്കുന്നത്. ഗൈസ്, ഇതാണ് നാരങ്ങ ചെടി. ഇതിൽ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൃഷിയൊക്കെ ചെയ്ത സത്യേട്ടനാണ് കേട്ടോ ഇത്. വലിയൊരു കുഴിയായിരുന്നു. അത് കുഴിയെല്ലാം തൂർത്ത് മഞ്ഞളും പിന്നെ ഇഞ്ചി ഇങ്ങനെയെല്ലാം വാഴ അങ്ങനെയെല്ലാം പൂള എല്ലാം അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയും മക്കളൊക്കെയാണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്.